ഈ അടുത്ത കാലത്തായി ഇന്ത്യൻ വാഹന വിപണിയിൽ ഏറ്റവും കൂടുതൽ ഓളം സൃഷ്ടിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ മോഡലാണ് മഹീന്ദ്രയുടെ XUV 3X. മഹീന്ദ്രയുടെ മുൻ മോഡലായിട്ടുള്ള 300 എന്ന വേരിയന്റിനെ റീനെയിം ചെയ്തുകൊണ്ടാണ് പുതിയ 3XO വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ച് ആദ്യത്തെ 60 മിനിറ്റിനുള്ളിൽ 1,00,000-ഓളം യൂണിറ്റുകൾ ബുക്കിംഗ് നേടിക്കൊണ്ട് റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു വാഹനം പുറത്തിറങ്ങിയത്. മഹീന്ദ്ര 3XOയുടെ വരവോടുകൂടി മുഖ്യ എതിരാളിയായിട്ടുള്ള ടാറ്റ നെക്സോൺ അവരുടെ ബേസ് വേരിയന്റുകൾക്ക് വില കുറച്ചതും വളരെ വാർത്താ പ്രാധാന്യം നേടിയ കാര്യം തന്നെയായിരുന്നു. ഇത്തരത്തിൽ സെഗ്മെന്റിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒട്ടനവധി ഫീച്ചറുകളുമായി വന്നിട്ടുള്ള മഹീന്ദ്ര 3XOയുടെ MX3 Pro എന്ന വേരിയന്റ് ആണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് MX3 Proയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ MX3 Pro വേരിയന്റും അതേപോലെ തന്നെ MX5 വേരിയന്റും തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. 8 ഡ്യുവൽ ടോൺ ഉൾപ്പെടെ 16 കളർ ഓപ്ഷനുകളിലും MX1, MX2, MX2 Pro, MX3, MX3 Pro, AX5, AX5 Luxury, AX7, AX7 Luxury എന്നിങ്ങനെ 9 വേരിയന്റുകളിലും വരുന്ന XUV 3XOയുടെ MX3 Pro വേരിയന്റിന് 9,99,000 രൂപ മുതൽ 11,49,000 രൂപ വരെയും, AX5 വേരിയന്റിന് 10,69,000 രൂപ മുതൽ 12,89,000 രൂപ വരെയുമാണ് വില വരുന്നത്. ഉയർന്ന വിലകൾ തമ്മിലുള്ള ഏകദേശം 9,40,000 രൂപയുടെ അന്തരമാണ് ഇവ രണ്ടിലും തമ്മിലുള്ളത്. ഈ ഒരു വിലയ്ക്ക് എന്തൊക്കെ ഫീച്ചറുകളാണ് അധികമായി ലഭിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു വാഹനത്തിന്റെ മുൻവശത്തെ കാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് ഫോളോ മീ ഹോം ഓപ്ഷനോട് കൂടിയ LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ഡിസൈനാണ് MX3 Pro വേരിയന്റിൽ വരുന്നത്. എന്നാൽ AX5 വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ് യൂണിറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ XUV 700 എന്ന മോഡലിനോട് അനുസ്മരിപ്പിക്കുന്ന വിധം ക്ലോസ്ഡ് ഗ്രില്ലായിട്ടുള്ള പിയാനോ ബ്ലാക്ക് എലമെന്റിലുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിന്റെ മുൻവശത്തും കമ്പനി നൽകിയിട്ടുള്ളത്. അതിൽ കമ്പനിയുടെ ന്യൂജൻ ലോഗോയും അതോടൊപ്പം തന്നെ XUV 700യിലുള്ള അതേ 6 സ്ലാറ്റുകളും ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബമ്പറിന്റെ താഴ്ഭാഗത്തായി ബമ്പർ കട്ട് ചെയ്ത രൂപത്തിലാണ് ഇതിൽ എയർ വെന്റുകൾ നൽകിയിട്ടുള്ളത്. ഇതിലൂടെ തന്നെ വളരെ വിസിബിൾ ആയിട്ട് തന്നെ നമുക്ക് ഈ റേഡിയേറ്റർ യൂണിറ്റും മറ്റും കാണുവാനും കഴിയും. അതുപോലെ തന്നെ ഈ ഒരു വശത്തേക്ക് കഴിഞ്ഞാൽ നമ്മൾ ഈ LED ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുള്ളത് ഹെഡ്ലാമ്പ് യൂണിറ്റിനോട് സമാനമായിട്ട് തന്നെയാണ്. അതിൽ LED DRL യൂണിറ്റും ഇതിനോട് കൂടി തന്നെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹെഡ്ലാമ്പിനുള്ളിൽ ഒരു ക്രോം ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് എലമെന്റിന്റെ മുകളിലായിട്ട് വശങ്ങളിൽ ഡയമണ്ട് പാറ്റേണിലുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ മറ്റു വശങ്ങളിലും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണുവാനും സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ മുൻവശത്തെ അടിഭാഗത്തായി ചെറിയൊരു രീതിയിലുള്ള അലൂമിനിയം ഫിനിഷിലുള്ള സ്കിഡ് പ്ലേറ്റും കമ്പനി നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്കിഡ് പ്ലേറ്റിനോട് അനുബന്ധിച്ച് ഒരു ബ്ലാക്ക് സ്ട്രിപ്പിങ്ങും കാണാം. ആ ഒരു സ്ട്രിപ്പിങ് വാഹനത്തിൻ്റെ വീലാർക്കായും അതേപോലെ തന്നെ സിൽക്ക് ക്ലാഡിംഗ് ഒക്കെ ആയിട്ട് വാഹനത്തിൻ്റെ ചുറ്റോട് ചുറ്റും ഈ ഒരു ഡിസൈൻ നമുക്ക് കാണുവാനും കഴിയും. ഇനി നമുക്ക് ഈ ഒരു MX3 Pro വേരിയൻറ്റിൽ LED ടേൺ ഇൻഡിക്കേറ്ററോട് കൂടിയ ORVMകളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. എന്നാൽ AX5 വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു ORVM നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും കഴിയും. ഇനി ഇതിൻ്റെ വീൽ ആർക്കിന് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡിസൈനിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണുവാൻ കഴിയൂ. MX3 Pro വേരിയൻറ്റിൽ 16 ഇഞ്ചിൻ്റെ സ്റ്റൈലൈസ്ഡ് വെക്ടർ വീലുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് AX5 വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് 16 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീലുകളാണ് വരിക. അതുപോലെ തന്നെ സിൽക്ക് ക്ലാഡിങ്ങും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സിംഗിൾ ടോൺ ആണെങ്കിലും ഇതിൻ്റെ പില്ലറുകളൊക്കെ ബ്ലാക്ക് ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. സി പില്ലറിലേക്ക് വരുന്ന സമയത്ത് അത് പിയാനോ ബ്ലാക്ക് ആയിട്ട് മാറുകയും ചെയ്യും. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വാഹനത്തെ കമ്പനി ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പിൻവശത്തുള്ള ഈ ഒരു ടെയിൽ ഗേറ്റിലായിട്ട് ഇതിൻ്റെ മുൻവശത്ത് കണ്ട മാതിരി അതേപോലെയുള്ള ഡയമണ്ട് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫിനിറ്റി ടെയിൽ ലാമ്പുകളാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. നമ്മൾ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് എന്ന് പറയുന്ന അതേ ഡിസൈൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെയിൽ ഗേറ്റിലായിട്ട് XUV 3XO എന്ന ബാഡ്ജിങ്ങും അതേപോലെ തന്നെ കമ്പനി ലോഗോയും നമ്മുടെ ക്രോം ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു MX3 Pro വേരിയന്റിൽ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് മാത്രമേ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മുകളിൽ ഒരു സാധാരണ ആന്റിനയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ XY വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് റിയർ വൈപ്പർ, വാഷർ, ഡീഫോഗർ, സ്പോയിലർ, റൂഫ് റെയിൽസ് എന്നിവയെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ പിൻഭാഗത്ത് ഈ ഒരു ഇൻഫിനിറ്റി ലൈറ്റിനോടനുബന്ധിച്ച് ഒരു റിവേഴ്സ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു റിഫ്ലക്ടർ യൂണിറ്റും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ഡിസൈനിലുള്ള ഒരു അലൂമിനിയം ഫിനിഷ്ഡ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫിനിഷിലെല്ലാം നമുക്ക് നേരത്തെ കണ്ട മാതിരിയുള്ള ഡയമണ്ട് ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഈ ഒരു വാഹനത്തിൽ നമ്മുടെ എക്സോസ്റ്റ് പൈപ്പ് വരുന്നത്. ഇത് വളരെ വിസിബിൾ അല്ലാത്ത രീതിയിലാണ് ഈ ഒരു വാഹനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതൊക്കെ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഒരു MX3 Pro വേരിയൻറ്റിൽ നമുക്ക് റിവേഴ്സ് സെൻസറുകളാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബൂട്ട് ലിഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 342 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് കൊടുക്കുന്നത്. ഈ ഒരു ബൂട്ട് ലിഡിൻ്റെ ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 342 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി എന്നത് ഒരു വളരെ നല്ല വലിയ ഒരു സ്പേസ് സൗകര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ഹൂക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൂക്കും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 60-40 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന റിയർ സീറ്റുകൾ മടക്കി വെച്ചാൽ നമ്മുടെ ബൂട്ട് കപ്പാസിറ്റി കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്പൺ ചെയ്താൽ നമുക്ക് സ്പെയർ ടയർസ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ബൂട്ടൊന്ന് അടയ്ക്കാം. AX5 വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് റിവേഴ്സ് ക്യാമറയാണ് വരുന്നത്. എന്നാൽ ഈ ഒരു MX3 Pro വേരിയൻറ്റിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകളാണ് വരുന്നത്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് MX3 Pro വേരിയൻറ്റിന് റിമോട്ട് കീലെസ് എൻട്രിയാണ് വരുന്നത്. എന്നാൽ AX5 വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് പാസീവ് കീലെസ് എൻട്രിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡ്രൈവർ ആംറസ്റ്റിലായിട്ട് നിരവധി കൺട്രോൾ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ORVM അഡ്ജസ്റ്റബിൾ സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രൈവർ വൺ ടച്ച് ഡൗൺ വിൻഡോ ബട്ടണും അതുപോലെ തന്നെ മറ്റുള്ള ബട്ടൺസും എല്ലാം ഇതിൽ ഒടുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ ഒരു ആംബ്രഷിൻ്റെ താഴ്ഭാഗത്തായിട്ട് 2 ബോട്ടിലുകളടക്കം സ്റ്റോർ ചെയ്യാമെന്ന മോശമല്ലാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് മഹീന്ദ്ര ഈ ഒരു 3XO എന്ന മോഡലിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒരുക്കിയിട്ടുള്ളത്. വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് നമ്മുടെ സീറ്റിലും കൊടുത്തിട്ടുള്ളത്. ഇത് ഫാബ്രിക് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇനി ഈ ഒരു വാഹനത്തിൻ്റെ നമുക്ക് എൻജിൻ ഓൺ ചെയ്ത് നോക്കാം. മുൻ മോഡലായിട്ടുള്ള XUV 300 ഏറ്റവും കൂടുതൽ പഴികേറ്റിരുന്നത് അതിൻ്റെ കാലഹരണപ്പെട്ട ഇൻറ്റീരിയർ ആയിരുന്നു എന്ന കാരണത്താലായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ XUV 3XOയിലേക്ക് വരുന്ന സമയത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ഫീച്ചറുകളും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിങ്ങുമാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് കാണിക്കാൻ കഴിയുന്നത് ഈ ഒരു 10.25 ഇഞ്ചിൻ്റെ HD ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. ഇതിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും അതേപോലെ തന്നെ വയേർഡ് ആപ്പിൾ കാർപ്ലേയും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ AX5 വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയോടൊപ്പം തന്നെ വയർലെസ് ആപ്പിൾ കാർപ്ലേയും ഇതിൽ വരുന്നു. മാത്രമല്ല AX5ലെ ഈ ഒരു അലക്സ ആൻഡ്രോയിഡ് കണക്റ്റഡ് HD ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ ഓൺലൈൻ നാവിഗേഷൻ, റിയർ വ്യൂ ക്യാമറ ആക്സസും നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന സമയത്ത് AC വെന്റുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ചുറ്റും ക്രോം ഫിനിഷിംഗ് നൽകിയിട്ടുണ്ട്. എന്നാൽ AX5 വേരിയന്റിൽ ഇതിൽ ഡ്യുവൽ സോണൽ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഡിജിറ്റൽ സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ബട്ടൺ നമുക്കിവിടെ കാണാം. ഈ ഭാഗത്തായിട്ട്
വോളിയം കൺട്രോൾ ബട്ടണും കോൾ അറ്റൻഡിങ് ബട്ടൺസും എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂജൻ ലോഗോയും ഇതിൻ്റെ മധ്യത്തിലായി കൊടുത്തിട്ടുണ്ട്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് കൺട്രോൾ സ്റ്റിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇടത് ഭാഗത്തായിട്ട് നമ്മുടെ വൈപ്പർ കൺട്രോൾ സ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് MX3 Pro വേരിയൻറ്റിൽ ഒരു രണ്ട് അനലോഗ് മീറ്റേഴ്സും അതിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു ഡിജിറ്റൽ മീറ്ററുമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ X5 വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ 10.25 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് നമുക്കിവിടെ MX3 Pro വേരിയൻറ്റിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ X5 വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് എൻജിൻ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ തന്നെ ക്രൂയിസ് കൺട്രോൾ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇവിടെയാണ് ഈ ഒരു ഇതിൻ്റെ ഹുഡ് ലിഡിൻ്റെ ലിവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വയർലെസ് ചാർജർ പാഡും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു USB ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC റോട്ടർ ടൈപ്പ് കൺട്രോൾ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു MX3 Pro വേരിയൻറ്റിൽ ഒരു സാധാ നോർമൽ ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഹയർ വേരിയൻറ്റിൽ ഇത് കോൾഡ് ഗ്ലോ ബോക്സ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പിയാനോ ബ്ലാക്ക് എലമെൻറ്റിലുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AC വെൻറ്റുകൾ ഈ സൈഡിലും ഇതിൻ്റെ ചുറ്റുമായിട്ട് അലൂമിനിയം ഫാബ്രിക് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻട്രൽ ടണലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഗിയർ ഷിഫ്റ്ററിൻ്റെ താഴ്ഭാഗത്തായിട്ട് ചുറ്റും അലൂമിനിയം ഫിനിഷ്ഡ് ഡിസൈനും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സെൻട്രൽ ആംബ്രഷിൻ്റെ ചുവട്ടിലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു മൊബൈൽ ഹോൾഡ് ചെയ്യാനും മറ്റും ഇത് ഉപകരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സെൻട്രൽ ടണൽ വളരെ സൗകര്യപ്രദമായിട്ട് തന്നെ രണ്ടിന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ടുള്ള നിരവധി ഫീച്ചറുകളിൽ പരമപ്രധാനമായിട്ടുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ള സിംഗിൾ പാൻ സൺറൂഫ്. ഇതിൻ്റെ കൺട്രോൾ ബട്ടൺ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ക്രൂയിസ് കൺട്രോളും ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോളും അതുപോലെ തന്നെ 6 എയർ ബാഗുകളുള്ള ഈ ഒരു XUV 3XO എന്ന മോഡലിൻ്റെ MX3 Pro വേരിയൻറ്റിൻ്റെയും X5 വേരിയൻറ്റിൻ്റെയും എൻജിൻ വശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി നമുക്കൊന്ന് ഹുഡ് ഓപ്പൺ ചെയ്യാം. അതോടൊപ്പം MX3 Pro വേരിയൻറ്റിൽ 1.2 ലിറ്ററിൻ്റെ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ എഞ്ചിനും അതുപോലെ തന്നെ 1.2 ലിറ്ററിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എഞ്ചിനും 1.5 ലിറ്ററിൻ്റെ ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ എഞ്ചിനുമാണ് വരുന്നിട്ടുള്ളത്. X5 വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഇതേ സെയിം എഞ്ചിൻ ഓപ്ഷൻ്റെ കൂടെ തന്നെ ഓട്ടോ ഷിഫ്റ്റ് പ്ലസ് ഓപ്ഷനും ലഭിക്കുന്നതാണ്. ഇതൊക്കെയാണ് MX3 Pro വേരിയൻറ്റും X5 വേരിയൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ.